നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദിത്യ, ഇന്ന് വലിയൊരു നിർണായക വിധി നീണ്ട 8 വർഷത്തിന് ശേഷം ഒരുപക്ഷെ മലയാളികൾ മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകം തന്നെ കാത്തിരുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നത്. ദിലീപിനെ വിട്ടയച്ചു എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് പറയുമ്പോഴും ദിലീപിന്റെ വിധിയാണ് നമ്മളെല്ലാം ശ്രദ്ധിച്ചിരുന്നത്. കാരണം പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ ഇത് ചെയ്യാനുള്ള കാരണം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചിരുന്ന കേരളം ഇന്ന് ഒരുപക്ഷെ ഞെട്ടുന്ന തരത്തിലാണ് വിധി വന്നത്. ഇനി ഹൈക്കോടതിയിലേക്ക് അതിജീവിത പോകുന്നു. അവിടെയും എന്തായിരിക്കും വിധി? ഒപ്പം ദിലീപ് അല്ലെങ്കിൽ മറ്റാരാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ? അതായത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ദേശീയ ശ്രദ്ധ കിട്ടിയ ഒരു കേസ് കൂടിയായിരുന്നു. അതിന് കാരണം ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്ന കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്നത്. കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്താറുണ്ട്, കാലുതല്ലി ഒടിക്കാറുണ്ട്, മറ്റു പല പ്രവൃത്തികൾ ഭീഷണിപ്പെടുത്താറൊക്കെ ഉണ്ട്. പക്ഷേ ഒരു റേപ്പ് ചെയ്യാനായി ഒരാൾക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഈ ക്രിമിനൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു സംഭവമായിട്ടാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന് കൂടുതൽ ഇത്ര ശ്രദ്ധ കിട്ടാനുള്ള കാരണം ആക്രമിക്കപ്പെട്ടത് ഒരു നടിയാണ്, പ്രമുഖ നടിയാണ്. കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയപ്പെടുന്നത് പ്രമുഖ നടനുമാണ്. ഇത് രണ്ടുമാണ് ഈ കേസിന് ഇത്തരത്തിൽ മാറ്റിയത്. അല്ലാതെ പൾസർ സുനിയോ അല്ലെങ്കിൽ ആ ചെയ്ത കൃത്യമോ അത് മാത്രമായിരുന്നില്ല. കാരണം അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടല്ലോ. അതിനൊന്നും ഇത്രയധികം മാധ്യമ ശ്രദ്ധ കിട്ടുന്നില്ലല്ലോ. ഉറപ്പായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിലൊരു സംശയമില്ല. ഈ പറഞ്ഞതുപോലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത ദിവസം നമുക്കത് അറിയാം, കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ കോടതി ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ദിലീപിന് ഇതിൽ ഗൂഢാലോചന സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിൽ തെളിവുകളില്ല എന്ന് മാത്രമാണ്. ഇപ്പൊ നമുക്കറിയാം, പോലീസിന് ആരെയും പ്രതിയാക്കാം, ആർക്കെതിരെയും കേസെടുക്കാം, ഏത് രീതിയിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയുന്ന അവസാനം തീർപ്പ് കൽപ്പിക്കേണ്ടത് കോടതിയാണല്ലോ. കോടതിക്ക് മുകളിൽ ഒന്നുമില്ലല്ലോ. കോടതിയായി പോലീസിന് ആക്ട് ചെയ്യാനും സാധിക്കില്ലല്ലോ. ഈ കേസ് തുടങ്ങിയ സമയത്ത് ദിലീപ് പറഞ്ഞ ചില പോയിന്റുകളാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദിലീപ് അനുകൂലികൾ പറയുന്ന ചില കാര്യങ്ങളാണ്. അത് നമുക്ക് അതിലേക്ക് പോകാം. കാരണം ഇതുവരെ നമ്മൾ ദിലീപിനെ കുറിച്ചാണല്ലോ, ദിലീപിന്റെ കുറ്റം മാത്രമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പറഞ്ഞൊരു സാധനം, എന്നെ മനഃപൂർവ്വം കൊടുക്കാനായി ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇനി ഈ അടുത്തായി പുറത്ത് വന്ന വാർത്തകളിലൂടെ നിറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അയച്ച മെസ്സേജ്, അതായത് 3-4 ദിവസമായി ഞാൻ വലിയ ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്, എനിക്കെതിരായിട്ടുള്ളൊരു ഗൂഢാലോചന ഉണ്ടെന്ന് ആര് സംശയിക്കുന്നു? ദിലീപ് സംശയിക്കുന്നു. അതും എവിടെ നിന്നായിരുന്നു? തന്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇത് ആരംഭിക്കുമെന്നുള്ളത്, അതായത് മഞ്ജുവിൽ നിന്ന് തന്നെ ഇത് തുടങ്ങുന്നുവെന്നാണ് ഇന്നും ദിലീപ് ശരിവെച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ന് ദർബാർ ഹാളിൽ അവരെല്ലാം ഒത്തുചേർന്ന ആ യോഗത്തിൽ ശക്തമായി എല്ലാവരും ഇതിനെ അപലപിച്ചു, കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ മഞ്ജു ഇതൊരു ഗൂഢാലോചന ഉണ്ടെന്ന് കൃത്യമായി പറഞ്ഞു. അന്ന് വരെ ഒരു തെളിവും വന്നിട്ടില്ല, ഒരു രീതിയിലും ദിലീപിലേക്ക് അന്വേഷണം പോയിട്ടുമില്ല. അപ്പോഴാണ് പറയുന്നത് ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു തന്നെ ആദ്യം പറയുന്നു. ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്ന ഒരു കോൺസ്പിറസി എന്ന് പറയുന്നത് അതായത് ഞാൻ ഒരാൾ പറഞ്ഞ വാക്ക് തന്നെ കടമെടുക്കാം. നിർമ്മാതാവായിട്ടുള്ള സജി നന്ദിയാട്ട്, അദ്ദേഹം തുടക്കം മുതൽ തന്നെ ദിലീപിനെ അനുകൂലിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യം ദിലീപിനെ അനുകൂലിച്ചത് പോലും അദ്ദേഹമാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം പലരും രംഗത്ത് വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അതായത് രാഹുൽ ഈശ്വറുണ്ട്, അഖിൽമാരാരുണ്ട്, അങ്ങനെ നിരവധി ആളുകൾ അനുകൂലിച്ച് രംഗത്ത് വന്നു, ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദിലീപിനെ കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ചിലർ നടത്തിയൊരു പ്ലാനാണ് ഇതിന് പിന്നിൽ. അതിൽ പ്രധാന കാര്യം കാവ്യയുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ഈ മഞ്ജുവും ദിലീപും തമ്മിൽ ഡിവോഴ്സ് ആവാനുള്ള കാരണം എന്താ, അതൊന്നും ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ ആക്രമണത്തിൽ അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതിയല്ലോ. പക്ഷെ കാവ്യയുമായി കല്യാണം കഴിച്ചത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കാരണം. അതിലുള്ള പക ചിലർ വീട്ടി എന്നാണ് പറയുന്നത്. പുള്ളി പറഞ്ഞ വാക്കുകളാണ്. ഇനി അതിലൊരു നടന്മാർ ഉൾപ്പെടുന്നുണ്ട്, നടിമാർ ഉൾപ്പെടുന്നുണ്ട്, ഒരു സംവിധായകൻ ഉൾപ്പെടുന്നുണ്ട്. ഇവർ നടത്തിയ ഒരു പ്ലേ ആണ് ഇത്. ഇവരുടെ ഒരു ഗൂഢാലോചനയാണ്. ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നടത്തിയൊരു കളിയാണെന്നാണ്, ഒരു തിരക്കഥയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹം അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളും ഉയർത്തുന്നുണ്ട്. ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇപ്പോൾ 1-2 കേസുകളും ഇതിന് പിന്നാലെ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെ ആയിരുന്നാലും ഇപ്പോൾ ദിലീപ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നീട് ഉയരുന്ന ചോദ്യം, ആരാണ് സുനിക്ക് ഈ കൊട്ടേഷൻ കൊടുത്തത്? ഒന്നാമത്തേത്. അടുത്തതായി പറയുന്നത്, പൾസർ സുനിക്ക് ദിലീപ് പണം കൊടുത്തതായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഇപ്പോൾ കോടതിയിൽ സ്ഥാപിച്ചെടുക്കാനായി കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന 1.5 കോടിയുടെ കൊട്ടേഷനാണ്. അകത്തായി കഴിഞ്ഞാൽ 3 കോടിയുടെ എന്ത് ചെയ്യാം, കൊടുക്കാം. ഈ 1.5 കോടിയുടെ കൊട്ടേഷന് 30,000 രൂപ അഡ്വാൻസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അത് ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാവുന്നില്ലേ? ആ വാടക എടുത്ത വണ്ടിയുടെ വാടക കൊടുക്കാൻ പോലും അത് ഒരു പക്ഷെ തികയത്തില്ല. അപ്പോൾ അതിലൊക്കെ തന്നെ ചില തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയം ഇപ്പോൾ കൂടുതൽ ബലപ്പെടുകയാണ്. ഇനി അടുത്തത്, മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതായത് പൾസർ സുനിയിൽ നിന്നും
ഫോക്കസ് നേരെ ദിലീപിലേക്ക് പോവുകയാണ്. അത് ഒരു പ്രമുഖ കേസുകളൊക്കെ തന്നെ വരുമ്പോൾ പ്രമുഖരായിട്ടുള്ളവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയരാറുണ്ട്. പിന്നീട് അത് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. ഇപ്പോൾ ഒരിക്കലും താരതമ്യം ചെയ്യല്ല, നിവിൻ പോളിയായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ നമുക്കറിയാവുന്നതാണ് ഭയങ്കരമായ രീതിയിൽ. പക്ഷേ അദ്ദേഹം അനുകൂലമായിട്ടാണ് മാധ്യമങ്ങൾ തുടക്കത്തിൽ എതിരായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ശക്തമായി സംസാരിച്ചപ്പോഴാണ് എന്ത് ചെയ്ത് എന്താണെന്നുള്ളത് മനസ്സിലായതും അന്വേഷണം നടത്തുകയും അതൊരു കള്ളക്കേസായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരിക്കലും ഇത് കള്ളക്കേസാന്ന് പറയല്ല, പക്ഷേ ദിലീപിനെ കൊടുക്കാനായി ചിലർ മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് ദിലീപ് പറയുന്നതിന് കൂടുതൽ ബലം കിട്ടുകയാണ് ഇപ്പോൾ കോടതിയുടെ. കാരണമുണ്ട്. ദിലീപ് ഒരു പീക്ക് സ്റ്റേജിലാണ് ദിലീപിന് ഒരു പതനം ഉണ്ടായിരിക്കുന്നത്. കാരണം ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരു നായകനാണ് അല്ലെ നടനാണ് ദിലീപ്. അപ്പൊ ആ ഒരു പീക്ക് സ്റ്റേജിൽ ദിലീപ് ഇല്ലാത്ത ഒരു സിനിമാ ലോകമില്ല. ദിലീപ് ഇല്ലാത്ത, ഞാൻ അറിഞ്ഞിടത്തോളം ദിലീപ് പറയും മറ്റുള്ള സിനിമയിലെ നായകൻ ആരെന്നുള്ളത്. അത്രയ്ക്ക് ഒരു പവർ ദിലീപിന് സിനിമാ ലോകത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും ഒക്കെ മാറി നിൽക്കേണ്ടുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ പറയുന്നോണം ദിലീപ് പറയുന്നത് പോലെ വലിയൊരു ഗൂഢാലോചന തന്റെ കരിയർ, തന്റെ ജീവിതമൊക്കെ നശിപ്പിക്കാൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കും. കാരണം നമുക്ക് വേണ്ടുന്ന അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നുള്ളതാണ്. കാരണം ഇത് നടന്ന സംഭവമാണ്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ പൾസർ സുനിക്ക് ഈ നടിയോട് പ്രത്യേകിച്ച് ദേഷ്യം വരേണ്ടുന്ന കാര്യമുണ്ടോ? ഇനി സ്വമേധയെ എടുത്ത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവന്റെ ക്രിമിനൽ ബുദ്ധിയിൽ തോന്നിയതാണോ? നേരത്തെ ഈ മഴവിൽ മനോരമയുടെ ഒക്കെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ ദിലീപ് ഈ പറയുന്ന അതിജീവിതയെ ഞാൻ നിനക്ക് പണി തരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്ന് പിന്നീട് മൊഴി കൊടുത്തായിരുന്നല്ലോ. ഭാമയൊക്കെ ഉൾപ്പെടെയുള്ളവർ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ പല രീതിയിലും എന്റെ ജീവിതം തകർത്തത് ഈ നടിയാണ് എന്നുള്ള തരത്തിൽ ഈ സിനിമാ ഫീൽഡിൽ തന്നെ ഔട്ടാക്കും എന്നൊക്കെ തരത്തിൽ ദിലീപ് പരാമർശിച്ചു എന്നുള്ളതാണല്ലോ പിന്നെ മൊഴിയായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന നടി ഇടപെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വൈരാഗ്യം തോന്നിയത് എന്ന് ഉള്ളതാണല്ലോ അവിടെ ഗൂഢാലോചനയായിട്ട് വരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ദിലീപിനെ അറിയാം, ഒരു മകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന, പലപ്പോഴും ദിലീപ് ഒരു സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തി ഒരിക്കലും സ്ത്രീകൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഇന്ന് പലരും കൂടുതലും സ്ത്രീകളാണ് വന്ന് പറയുന്നോണം കൈ കൊടുക്കുകയും സെൽഫി എടുക്കുകയും ആ ഒരു സന്തോഷം പങ്കിടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു ദിലീപിനെ മനഃപൂർവ്വം ഇതിനകത്ത് ആരെങ്കിലും പെടുത്തിയതാണോ? കാരണം ഈ ഒരു കേസ് ഇങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ദിലീപ് തന്നെ കുടുങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ ദിലീപിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അന്വേഷണ സംഘത്തിന് തന്നെ വളരെ എളുപ്പമാണ്. ഒരിക്കലും അവരത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ളവർ ആരോപിക്കുന്നത്. കാരണം ഇന്ന് ദിലീപ് ഒരു ആഡംബര വാഹനത്തിൽ പൾസർ സുനി ഒരു ആഡംബര വാഹനത്തിൽ അവിടെ വന്ന് ഇറങ്ങി എന്ന് പറയും. സുനി പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നു. അപ്പൊ ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നതും അതിനുശേഷം ആഡംബര വാഹനങ്ങളിൽ കറങ്ങി നടക്കുന്നതും അത്യാഡംബര ഹോട്ടലുകളിൽ പോകുന്നതും ഈ പൾസർ സുനി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനാണ്, ഒരു ഡ്രൈവറാണ്. ഈ വിഷയം നടക്കുന്നതിന് മുൻപ് വരെ യാതൊരു സാമ്പത്തിക സ്രോതസ്സും ഉള്ള ഒരാളല്ല, ഒരു ബാക്കപ്പ് ഉള്ള ഒരാളല്ല. അങ്ങനെയുള്ള ഒരാൾ ജയിലിൽ കിടന്ന് ആലോചിക്കണം, ജയിലിലാണ് കിടക്കുന്നത്. ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയപ്പോൾ എങ്ങനെയാണ് പൊടുന്നനെ ഒരു ലക്ഷപ്രഭുവോ കോടീശ്വരനോ ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കാനോ ഒക്കെ തന്നെ കഴിയുന്നത്? അടുത്തത് ഈ സെഷൻസ് കോടതി തുടങ്ങിയ കേസ് ഹൈക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ പോയിരുന്നു. ഈ സുപ്രീം കോടതി വരെ ഈ പൾസർ സുനിക്ക് കേസ് വാദിക്കാനായി വന്ന അഭിഭാഷകൻ, ഈ അഭിഭാഷകന് പണം കൊടുത്തതാരാണ്? പൾസർ സുനിക്ക് പണം ഇവിടെ നിന്നാണ് ലഭിച്ചത്. ഇപ്പോഴും പൾസർ സുനിയെ സംരക്ഷിക്കുന്ന ആരാണ്? ഇത് കണ്ടെത്തിയാൽ മാത്രം മതി ഈ കേസിന് പിന്നിലാണെന്ന് മനസ്സിലാക്കാൻ. അതെന്തുകൊണ്ട് കണ്ടെത്തുന്നുള്ളത്? കാരണം ഇതിപ്പോ ദിലീപിലേക്ക് മാത്രമാണ് ശ്രദ്ധ എപ്പോഴും മാധ്യമങ്ങളും നീതിപീഠവും എല്ലാം ദിലീപിലേക്ക് മാത്രം പോകുന്നു. എന്തുകൊണ്ട് പൾസർ സുനി ഇത് ചെയ്തു? ഒരുപക്ഷെ ഇന്ന് കോടതി ചോദിക്കണമെന്ന ഒരു ചോദ്യമായിരുന്നു, കോടതി ആരോപിക്കണമെന്ന ഒരു ചോദ്യമായിരുന്നു, കോടതി ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയേണ്ടുന്ന ഒരു തുടരന്വേഷണം ഉൾപ്പെടെ പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇനി പറയുമോ എന്നുള്ളത് നമുക്കറിയില്ല വിധി വന്നതിന് ശേഷം. കാരണം ഇതിന്റെ പിന്നിൽ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇനി ഒരു തുടരന്വേഷണം അത് വരുവാണെങ്കിൽ നീതിയുക്തമായിട്ടുള്ള കൃത്യമായ നീതിദേവത കണ്ണടച്ചിരിക്കുന്ന നീതിദേവതയുടെ മുമ്പിൽ ഒരുപക്ഷെ ദിലീപ് തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ച 9 വർഷത്തെ മാനസിക പീഡനങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതം, കരിയർ, ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായിട്ട് ഇതിന്റെ പിന്നിൽ ആരുണ്ട് എന്നുള്ളതല്ലേ ഇനി അന്വേഷിക്കേണ്ടത്. അതായത് ഇതൊരു ഗൂഢാലോചന ആണെങ്കിൽ ദിലീപ് ഉറപ്പായിട്ടും ഡിഫമേഷൻ കൊടുക്കാവുന്നതാണ്. നമ്മുടെ നിയമവിദഗ്ധരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ദിലീപിന്റെ ഇത്രയും വർഷത്തെ കരിയർ പോയി, സമൂഹത്തിൽ നാണം കിടന്ന സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അതെ, നാണം കിടന്ന സാഹചര്യം ഉണ്ടായി സമൂഹത്തിലും കുടുംബത്തിലും. അതുകൂടാതെ സാമ്പത്തിക നഷ്ടം, അതായത് കോടികളാണ് ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരം അതാര് തരും? അപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദിലീപ് ഒരു കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പല പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരടക്കം കുടുങ്ങേണ്ട ഒരു സാഹചര്യം വരും എന്നാണ് നിലവിൽ ദിലീപിന്റെ ഭാഗത്തുള്ളവർ പറയുന്നത്. ഇനി എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. കാര്യം അപ്പീലുമായി മേൽക്കോടതിയിൽ പോകുമ്പോൾ
അവിടെ എന്താകും സാഹചര്യം എന്നുള്ളത് പരിശോധിക്കണം. ഇതെന്തായിരുന്നാലും ഈ ഹൈക്കോടതിയിൽ നിൽക്കുന്ന ഒരു കേസല്ല, സുപ്രീം കോടതി വരെ കുറച്ചു കാലം കൊണ്ട് അവസാനിക്കുന്ന ഒരു കേസും അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം സെഷൻസ് കോടതിയിലെ വാദമാണ് ഈ 7-8 വർഷം കൊണ്ട്. ഇപ്പൊ ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബി രാമൻപിള്ള പറഞ്ഞൊരു കാര്യം, ആദ്യമേ തന്നെ എനിക്കിതിൽ വ്യക്തമായിട്ടുണ്ട് ഇതിൽ ഒരു ഗൂഢാലോചന ദിലീപിനെതിരെ നടന്നു, അതുകൊണ്ട് തന്നെയാണ് താൻ ഈ ഒരു കേസ്. പക്ഷെ അദ്ദേഹത്തിന് 100% ഒരു കൈയ്യടി കൊടുക്കണം. എന്ത് തന്നെയാലും നല്ലൊരു അഡ്വക്കേറ്റ് തന്നെയാണ്. കാരണം ഇത്രയും ഇഴ കീറി പരിശോധിച്ച് ഒരു പക്ഷേ ഒരു ചെറിയൊരു നൂൽപ്പാലത്തിലൂടെയാണ് ദിലീപിന്റെ വിധി പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു നൂൽപ്പാലം ശരിക്കും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വിധി ഇന്ന് അനുകൂലമായിരിക്കില്ല, പ്രതികൂലമായിട്ട് തന്നെയാണ് ദിലീപിന് വരേണ്ടത്. ഒരു പക്ഷേ രാമൻപിള്ള എന്ന് പറയുന്ന വക്കീലിന്റെ ഒരു ബുദ്ധി തന്നെയാണ് ഒരു പക്ഷേ പല കാര്യങ്ങളിലും അദ്ദേഹം സ്റ്റേ ഇടുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, ഇത്രയും വർഷം തന്നെ വിചാരണ കൊണ്ടുപോയ ആ ഒരു ബുദ്ധി തന്നെയാണ് ഒരു പക്ഷേ ദിലീപിനെ ഇന്ന് വിമുക്തനാക്കിയത്. അപ്പം തീർച്ചയായിട്ടും ഇനി ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ പ്രോസിക്യൂഷൻ നിലവിലുള്ള നമുക്കറിയാം അഡ്വക്കേറ്റ് TB മിനി ഇന്നലെ ഡിബേറ്റിലൊക്കെ ഞാൻ പങ്കെടുത്തു. ഞാനപ്പോൾ ചിന്തിക്കുകയും ചെയ്തു, ഇത്രയും ഒരു അതിജീവിതം 8 വർഷം പോരാടിയിട്ട് കുറച്ചുകൂടെയൊക്കെ നല്ല അഡ്വക്കേറ്റിനെ കുറച്ചുകൂടെയൊക്കെ പ്രോസിക്യൂഷൻ കുറച്ചുകൂടെ ബലപ്പെടുന്ന തരത്തിൽ സർക്കാർ നിയോഗിക്കണമെന്ന് എനിക്കും തോന്നിയ ഒരു കാര്യമുണ്ട്. പല കാര്യങ്ങൾ അവർ പറയുന്നതിലുള്ള ചില വൈരുദ്ധ്യങ്ങളൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പ്രോസിക്യൂഷൻ ബലപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു തുടരന്വേഷണം നടത്തിക്കൊണ്ട് ദിലീപ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആര് എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടിയിരിക്കും. കാരണം ഇതിപ്പോൾ ഒരാളുടെ ജീവിതം മാത്രമല്ല, എത്ര ഒരു പെൺകുട്ടിയുടെ ജീവിതം, ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബജീവിതം മുഴുവനും താറുമാറായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ശരിക്കും ഇനി വേണ്ടുന്നത് ശരി അല്ലെങ്കിൽ ഇത് തെറ്റിയത് ആരെന്നുള്ള ഒരു കണ്ടെത്തലല്ലേ? സുനിക്ക് പിന്നിൽ ആര്, അതെ, ഇത് മാത്രം കണ്ടെത്തിയാൽ മതി. അതിനുവേണ്ടിയുള്ള തീർച്ചയായിട്ടും ഇന്നത്തെ ആ ഒരു വണ്ടി ഒന്ന് ട്രാക്ക് ചെയ്താൽ മതി. ഇനി ഇതിന് പിന്നിൽ ദിലീപ് തന്നെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ദിലീപിനെയും പോട്ടും. എന്തായാലും ഇതിലൊരു തീരുമാനം ആവാതെ ഈ കേസിന് ഒരു അവസാനം ഉണ്ടായില്ല. ഇതിൽ ആർക്ക് വിജയമെന്ന് ചോദിച്ചാൽ ആർക്കും വിജയമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ദിലീപിന് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. 85 ദിവസം ജയിലിൽ കിടന്നു, അതുകൊണ്ട് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് വിധി മാത്രമാണ്. പൾസർ സുനിയെ സംബന്ധിച്ചും ഇത്രയും വർഷം ജയിലിലായിരുന്നു, അതിനുശേഷം ഇനി വിധി വരുന്നു. വിധി വരുമ്പോൾ പൾസർ സുനിയുടെ കാര്യവും തീരുമാനമായിരിക്കുന്നു. ഇനി അതിജീവിതയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുഭവപൂർവ്വമായ ഒരു വിധി കിട്ടിയിട്ടില്ല. ഒരിക്കലും നീതി പൂർണ്ണമായും എന്ന് പറയാൻ സാധിക്കില്ല. ആ രീതിയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കും ഒരു ജയപരാജയം ഉണ്ടായ ഒരു വിഷയമല്ല. അതുകൊണ്ട് എല്ലാവർക്കും നീതി ലഭ്യമാകുന്ന രീതിയിൽ ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകണം. അന്വേഷണം ഈ പറഞ്ഞതുപോലെ ആവശ്യമെങ്കിൽ തുടരന്വേഷണം നടത്തേണ്ടതാണ്. തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിജീവിതയുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യണം. ഒപ്പം നമ്മളെല്ലാവരും അവൾക്കൊപ്പം അല്ലെ അവൾക്കും